അപ്പോ ഒരു ബിസിനസ് അതിന്റെ വഴി മാറ്റാൻ തീരുമാനിച്ചു. ഒരു വലിയ മാറ്റം. ഇനി എന്ത് സംഭവിക്കും? ആ മാറ്റത്തിന് ശേഷം എങ്ങനെയാണ് വിജയിക്കുക? അതിനൊരു പ്ലേബുക്ക് തന്നെയുണ്ട്. അതാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. നോക്കൂ, ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കാൻ ഒരുപക്ഷെ എളുപ്പമായിരിക്കും. പക്ഷേ ആ വഴിയിൽ വിജയിക്കുക എന്നുള്ളതാണ് ശരിക്കുള്ള വെല്ലുവിളി, അല്ലേ? അപ്പോ എന്തായിരിക്കും ഇതിന്റെ ഒരു രഹസ്യം? വാ, നമുക്ക് നോക്കാം. അപ്പോ എവിടെ തുടങ്ങണം? ചാടിക്കേറി എന്തെങ്കിലും ചെയ്യുന്നതിലല്ല കാര്യം, അല്ലേയല്ല. ആദ്യം വേണ്ടത് ഒരു കൃത്യമായ സ്ട്രാറ്റജിയാണ്. ഒരു കെട്ടിടത്തിന് അടിത്തറ ഇടുന്നത് പോലെയാണിത്. ആ അടിത്തറ ശരിയല്ലെങ്കിൽ എല്ലാം തകർന്നു വീഴും. ഇതാണ് നമ്മുടെ പ്ലാനിന്റെ അടിത്തറ. വിജയകരമായ ഏതൊരു മാറ്റവും അതേതുമായിക്കൊള്ളട്ടെ, തുടങ്ങുന്നത് ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ്. നമ്മൾ എന്തിനാണിത് ചെയ്യുന്നത്? ഈ എന്തിന് എന്ന ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ, സത്യം പറഞ്ഞാൽ മറ്റു ലക്ഷ്യങ്ങളെക്കുറിച്ചോ കണക്കുകളെക്കുറിച്ചോ ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടല്ലോ, അതിനൊരു പേരുണ്ട്: പിവറ്റ് റാഷണൽ. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ ഈ മാറ്റത്തിന് പിന്നിലെ യുക്തി. അതായത്, നോക്കൂ, ഈ മാറ്റം ഇന്ന കാരണം കൊണ്ട് അത്യാവശ്യമാണ്, അതിന് ഞങ്ങളുടെ കയ്യിൽ ഇന്ന തെളിവുകളുണ്ട്, ഇതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ് എന്ന് നമ്മൾ സ്വയം പറയുന്നതാണത്. ശരി, അപ്പോൾ ഈ യുക്തി എങ്ങനെ ഉറപ്പിക്കാം? വളരെ സിമ്പിളാണ്. 3 കാര്യങ്ങൾ കൃത്യമായി എഴുതി വെക്കണം. 1. ഈ മാറ്റത്തിനുള്ള പ്രധാന കാരണം. 2. മാർക്കറ്റിൽ നിന്നോ കസ്റ്റമറിൽ നിന്നോ കിട്ടിയ ഏതറിവാണ് ഇതിലേക്ക് നയിച്ചത്. പിന്നെ 3. ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഫലം. ഇതെഴുതി വെക്കുന്നതോടെ ടീമിലെ എല്ലാവരും ഒരേ ദിശയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങും. അതാണ് ശരിക്കുള്ള അടിത്തറ. ഓക്കേ, അപ്പോ എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇനി നമ്മൾ എന്തിന് എന്നതിൽ നിന്ന് എന്ത് എന്നതിലേക്ക് കടക്കുകയാണ്. ഇനി ശരിക്കും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ആ പ്ലാനിനെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങളാക്കി മാറ്റാനുള്ള സമയമാണിത്. ഇവിടെ നമ്മൾ 2 തരത്തിൽ ചിന്തിക്കണം. ഒന്ന് ഷോർട്ട് ടേം, അതായത് കുറഞ്ഞ കാലത്തേക്കുള്ള ലക്ഷ്യങ്ങൾ. മറ്റൊന്ന് ലോങ് ടേം, അതായത് ദീർഘകാല ലക്ഷ്യങ്ങൾ. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 വർഷം കൊണ്ട് ഒരു മൊമെന്റം ഉണ്ടാക്കിയെടുക്കുക, വണ്ടിയൊന്ന് സ്റ്റാർട്ടാക്കിയെടുക്കുന്നത് പോലെ. ലോങ് ടേം എന്ന് പറഞ്ഞാൽ വലിയ ചിത്രമാണ്. അടുത്ത 1-5 വർഷം കൊണ്ട് സ്ഥിരതയുള്ളൊരു വളർച്ച ഉറപ്പാക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അപ്പോ ഈ ഷോർട്ട് ടേം ലക്ഷ്യങ്ങളിൽ എന്തൊക്കെ വരും? ഉദാഹരണത്തിന്, നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മെച്ചപ്പെടുത്തുക, പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക, വരുമാനത്തിൽ ഒരു തുടക്കമിടുക, നമ്മുടെ ടീമിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുക, അങ്ങനെ പലതും. ചുരുക്കി പറഞ്ഞാൽ, ഈ മാറ്റം ശരിയായ ദിശയിലാണെന്ന് ആ ആദ്യത്തെ വർഷം കൊണ്ട് തന്നെ നമ്മൾ തെളിയിക്കണം. ഇനി ലോങ് ടേം ലക്ഷ്യങ്ങളോ? അതൊക്കെ നമ്മുടെ വലിയ സ്വപ്നങ്ങളാണ്. പുതിയ മാർക്കറ്റുകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുക, നല്ല ലാഭം നേടാൻ തുടങ്ങുക, നമ്മുടെ ബ്രാൻഡിനെ മാർക്കറ്റിലെ 1-ാം സ്ഥാനത്തെത്തിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ഓരോന്നായി നേടുമ്പോഴാണ് ഈ വലിയ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് യാത്രയുടെ അവസാനമാണ്, ഡെസ്റ്റിനേഷൻ. പക്ഷെ മൈൽസ്റ്റോൺസ് അഥവാ നാഴികക്കല്ലുകൾ എന്താണെന്നോ? അത് വഴിയിലെ സൈൻ ബോർഡുകൾ പോലെയാണ്. ഹേയ്, നിങ്ങൾ പോകുന്നത് ശരിയായ വഴിയിൽ തന്നെയാണ് എന്ന് നമ്മളോട് പറയുന്ന സൂചകങ്ങൾ. ഇതെങ്ങനെ പ്രായോഗികമാക്കാമെന്നല്ലേ? ഒരു വഴിയുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ വർഷത്തെ 4 ക്വാർട്ടറുകളായി തിരിക്കുക. Q1, Q2, Q3, Q4. ഓരോ ക്വാർട്ടറിലും നേടേണ്ട പ്രധാനപ്പെട്ട ഓരോ മൈൽസ്റ്റോൺ തീരുമാനിക്കുക. ഇത് നമ്മുടെ വലിയ യാത്രയെ ചെറിയ, മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളാക്കി മാറ്റും. അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവും. ശരി, നമ്മൾ എന്തിനെ എന്ന് തീരുമാനിച്ചു, എന്ത് ചെയ്യണമെന്നും പ്ലാൻ ചെയ്തു. ഇനി നമ്മൾ എങ്ങനെ എന്നതിലേക്ക് കടക്കുകയാണ്. ഈ പ്ലാൻ എങ്ങനെ നടപ്പിലാക്കും? അതിന് എന്ത് വിഭവങ്ങൾ വേണം? എന്തൊക്കെ റിസ്കുകൾ വരാം? നമ്മുടെ പുരോഗതി എങ്ങനെ അളക്കും? ഈ ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത്. നോക്കൂ, ലോകത്തിലെ ഏറ്റവും നല്ല പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടും കാര്യമില്ല. അത് നടപ്പിലാക്കാനുള്ള റിസോഴ്സസ് ഇല്ലെങ്കിൽ അതൊരു വെറും കടലാസ് മാത്രമാണ്. അപ്പോ നമുക്ക് ആ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാം: ഈ മാറ്റം ഒരു യാഥാർത്ഥ്യമാക്കാൻ ശരിക്കും എന്തൊക്കെയാണ് വേണ്ടത്? റിസോഴ്സസ് എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് പണമായിരിക്കും. തീർച്ചയായും പണം വളരെ പ്രധാനമാണ്. പക്ഷെ അത് മാത്രമല്ലല്ലോ, കഴിവുള്ള ആളുകളുള്ള ഒരു ടീം വേണം, ശരിയായ ടെക്നോളജി വേണം, നല്ല പങ്കാളികൾ വേണം. ഇതൊക്കെ ഒരുപോലെ പ്രധാനമാണ്. ഇതെല്ലാം കൃത്യമായി കണക്കുകൂട്ടി പ്ലാൻ ചെയ്താൽ മാത്രമേ വിജയം ഉറപ്പിക്കാൻ കഴിയൂ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഏറ്റവും മികച്ച കപ്പിത്താന്മാർ എപ്പോഴും നല്ല കാലാവസ്ഥ പ്രതീക്ഷിച്ചിരിക്കുകയല്ല ചെയ്യുക. വരാനിരിക്കുന്ന കൊടുങ്കാറ്റുകൾക്ക് വേണ്ടി അവർ തയ്യാറെടുക്കും. അതുപോലെ തന്നെയാണൊരു ബിസിനസ് പിവറ്റും.
എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് വെറുതെ വിചാരിച്ചിരിക്കാൻ പറ്റില്ല. വരാൻ സാധ്യതയുള്ള റിസ്കുകൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി കണ്ട് അതിന് തയ്യാറായിരിക്കണം. ഇതിന് കൃത്യമായൊരു വഴിയുണ്ട്. ഒരു റിസ്ക് ആൻഡ് മിറ്റിഗേഷൻ പ്ലാൻ ഉണ്ടാക്കുക. മാർക്കറ്റ്, ഫിനാൻഷ്യൽ, ഓപ്പറേഷൻസ് ഇങ്ങനെ ഓരോ ഏരിയയിലും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവ ഓരോന്നും എങ്ങനെ നേരിടാം എന്നതിനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിവെക്കുക. കാര്യങ്ങൾ അപ്രതീക്ഷിതമായി മാറുമ്പോൾ നമ്മുടെ പ്ലാൻ പാളിപ്പോകാതെ നോക്കാൻ ഇത് സഹായിക്കും. ശരി, നമ്മുടെ ലക്ഷ്യങ്ങളായി റിസോഴ്സസ് പ്ലാൻ ചെയ്തു, റിസ്കുകൾ തിരിച്ചറിഞ്ഞു. ഇനി ഈ പ്ലാൻ നടപ്പിലാക്കുന്നതിലെ അവസാനത്തെ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, എങ്ങനെ നമ്മൾ പുരോഗതി ട്രാക്ക് ചെയ്യും, കാര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് എങ്ങനെ നമ്മുടെ പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തും, അതിനൊരു സിസ്റ്റം വേണ്ടേ? ഇതൊരിക്കലും ഒരു തവണ ചെയ്തു മറന്നേക്കൂ എന്ന രീതിയിലുള്ള കാര്യമല്ല. ഇതൊരു തുടർപ്രക്രിയയാണ്, ഒരു സൈക്കിൾ പോലെ. പ്രധാനപ്പെട്ട കണക്കുകൾ നിരന്തരം പരിശോധിക്കുക, ആ ഡേറ്റ നമ്മളോട് എന്താണ് പറയുന്നതെന്ന് വിശകലനം ചെയ്യുക, അത് ടീമുമായി ചർച്ച ചെയ്യുക, പിന്നെ ഏറ്റവും പ്രധാനമായി അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ വെച്ച് നമ്മുടെ പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തുക. ഈയൊരു സൈക്കിളാണ് ഒരു PVTക്ക് ശേഷമുള്ള അനിശ്ചിതത്വത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ നമ്മൾ ഈ മുഴുവൻ ഫ്രെയിംവർക്കും ചർച്ച ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഒരൊറ്റ കാര്യം കൂടി ബാക്കിയുണ്ട്, ഒരു അവസാന ടെസ്റ്റ്. നമ്മുടെ ഈ മുഴുവൻ പ്ലാനും ശരിക്കും വിജയിക്കുമോ എന്ന് അളക്കാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ്. ഇത്രയധികം പ്ലാനിങ്ങും ലക്ഷ്യങ്ങൾ തീരുമാനിക്കലും റിസ്ക് വിലയിരുത്തലും ഒക്കെ കഴിഞ്ഞു. പക്ഷെ അവസാനം നിങ്ങളുടെ ഈ സ്ട്രാറ്റജി ശരിക്കും വർക്കാകുമോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? എല്ലാം വന്നു നിൽക്കുന്നത് ഒരൊറ്റ ചോദ്യത്തിലാണ്. ഇതാണ് ആ ചോദ്യം, നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം. നമ്മൾ തീരുമാനിച്ച ഈ ഹ്രസ്വകാല ദീർഘകാല ലക്ഷ്യങ്ങൾ ഈ മാറ്റത്തിനു ശേഷം നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ വേഗതയും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവും സാമ്പത്തികമായ സുസ്ഥിരതയും ഉറപ്പു നൽകുന്നുണ്ടോ? ഈ ഒരൊറ്റ ചോദ്യം മതി നിങ്ങളുടെ മുഴുവൻ പ്ലാനിന്റെയും ശക്തി അളക്കാൻ. ഇതിന് നിങ്ങൾക്ക് അതെ എന്ന ആത്മവിശ്വാസത്തോടെ ഉത്തരം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിൽ തന്നെയാണ്.